ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ഞായറാഴ്ച എടുത്തതാണ് കേട്ടോ. പക്ഷെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. എന്നാലും സാരില്ല കേട്ടോ. സൺഡേയിലെ വിശേഷങ്ങൾ നമുക്ക് ഇന്ന് കേൾക്കാം. അപ്പോൾ ഞാൻ ഈ കാര്യമായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ അച്ഛൻ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നന്നാക്കുകയാണ് കേട്ടോ. കുറച്ച് തല കാണാനില്ല. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തോ ചെറുമയുടെ തല ഓഫാക്കണ്ട പൊക്കി പിടിച്ചാൽ മതി. നമ്മളെ കുഞ്ഞാണ് ഇട്ടയ്ക്ക് വീഡിയോ എടുത്തിരുന്നത്. അപ്പം എന്നെ കാണുന്നില്ല, തല കാണില്ല എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് നൂൽപുട്ടാണ് കേട്ടോ. അപ്പം അമ്മ നൂൽപുട്ടിൻ്റെ പരിപാടി നോക്കിയിരുന്നു. ഞാനവിടെ ബീഫ് നന്നാക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും നൂൽപുട്ടും ബീഫും ആണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന്. പക്ഷെ അല്ല കേട്ടോ, ബീഫ് നമ്മൾ ഉച്ചക്കത്തേക്കാണ്. അപ്പോഴേക്കും 8-8:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അനുക്കുട്ടിനെ അച്ഛനൊക്കെ ഉണർത്തി അവർ വന്നതിന് ശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കൂട്ടാം. അപ്പോൾ ഈ ഞായറാഴ്ച ഭയങ്കര സംഭവ ബഹുലമായ ഒരു ഞായറാഴ്ച കേട്ടോ. എന്താ സംഭവം വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്, പിന്നെ പറയാട്ടാ. ഇപ്പം ഞാൻ ബീഫിലേക്ക് ഉള്ളിയൊക്കെ അവിടെ സെറ്റാക്കുകയാണ്. അപ്പോഴാണ് അമ്മ ഓടി വന്നിട്ട് പറഞ്ഞത് നമ്മുടെ കൈ കോച്ചി പിടിച്ചു, വേദനയ്ക്കുണ്ട് എന്നൊക്കെ കേട്ടോ. അതെന്താണെന്നറിയില്ല കേട്ടോ. അമ്മയ്ക്ക് ഇപ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങനെ കയ്യിലാവാറുണ്ട്. തണുപ്പൊക്കെ ഉള്ള സമയങ്ങളിൽ അങ്ങനെ വരാൻ തോന്നുന്നുണ്ട്. അപ്പോൾ സംഭവ ബഹുലത്തിലെ ഒരു കാര്യം ഇതായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ അതിങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞിട്ട് കൈ ശരിയാക്കി എടുക്കുകയായിരുന്നു. വീണ്ടും പാത്രം കഴുകിയ കൈ കൊച്ചിട്ട് പാത്രം കഴുകണ്ട അത് പറഞ്ഞതാണ്. മറ്റാൾ ഒറ്റ കൈ കൊണ്ട് പാത്രം കഴുകിയൊക്കെ ഇട്ടോടെ. വെജിറ്റേറിയൻ ആയിട്ടുള്ള അമ്മയുടെ നോൺ വെജ് ഡിഷ് അല്ലേ. നല്ല അടിപൊളിയായിട്ട് ബീഫ് വെക്കും, ചിക്കൻ വെക്കും അല്ലേ. തിന്നോ? എന്താ തിന്നാത്ത്? പക്ഷെ ചിക്കൻ മോമോസ് കഴിക്കും. കോമഡി സ്റ്റോറിയാണ് കേട്ടോ. ഞങ്ങൾ കർമ്മയിൽ പോയപ്പം എല്ലാവരും കഴിക്കുന്ന കൂട്ടത്തിൽ അമ്മ വേറെ എന്തോ സാധനം വിചാരിച്ചിട്ട് മോമോസ് ചിക്കനുള്ള മോമോസ് എടുത്ത് കഴിച്ച് പണിവാളി. പിന്നെയാണ് അറിഞ്ഞത്. എന്നിട്ട് പിന്നെ ഓക്കാനിക്കൊക്കെ ചെയ്തു തോന്നുന്നുണ്ട്. ഇവിടെ പിന്നെ അച്ഛനും മോനും റീല് കാണുക. റീൽസ് കുളിക്കാതെ പറമ്പില് ഒരു കുറുക്കൻ ചത്തുണ്ട് കേട്ടോ. ഞങ്ങൾ അതിനെ കുഴിച്ചിട്ടതായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ അതിൽ കാണാനുമില്ല. ഇവിടെ പറമ്പിൽ കുറച്ചായിട്ട് ഒരു കുറുക്കുണ്ട് കേട്ടോ. അത് ചെറിയ കുട്ടികളുണ്ട് 4 എണ്ണം. അതിൽ ഒന്ന് എങ്ങനെയോ ചത്തു. എന്നിട്ട് അത് ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പം അച്ഛൻ തന്നെ അതിനെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ സൺഡേ അത് രാവിലെ നോക്കുമ്പോൾ വേറെ എന്തോ സാധനങ്ങൾ അതിനെ വലിച്ചെടുത്തിട്ട് ആ കുഴിയിൽ നിന്ന് വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ടിട്ട് അത് ഭയങ്കര സ്മെല്ലായിരുന്നു. അപ്പോൾ അവിടുന്ന് വീണ്ടും അച്ഛൻ അതിനെടുത്തിട്ട് കൊണ്ടുപോയി വേറെ കുഴിച്ചിട്ടു കേട്ടോ. പക്ഷെ ഇത് സൂം ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മ വീഡിയോ. പക്ഷെ ഞാനത് ഇതിലിടുന്നില്ല. വീഡിയോ എടുക്കാൻ പോയവരും കുഴിച്ചിടുന്നവരൊക്കെ ഒക്കാനിച്ചിട്ടാണ് വന്നത്. അപ്പം ഇതാണ് രണ്ടാമത്തെ സംഭവം ബഹുലമായ കാര്യം. ആ സമയം കൊണ്ട് നമ്മൾ ബീഫ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ നാരങ്ങ വെള്ളം കുടിക്കണം എന്നൊരു തോന്നൽ. അപ്പം ഞാൻ ഇവരെ പറഞ്ഞേച്ചുട്ടാ വാങ്ങിക്കാൻ. ഇതും അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. പാലിന് എടുത്തില്ലേ ഞാൻ പറയൂല. ഒരു മിനിറ്റ്. അതെ അതല്ല, ഇത് നമ്മള് എപ്പോഴാ നാരങ്ങ വെള്ളം കുടിക്കുക? 1:15 എവിടെ ടൈം ഉണ്ട് പറയാ. ചോറിനുണ്ടേ കഴിക്കാനുള്ള സമയമില്ലല്ലോ. അച്ഛനോട് ചോദിച്ചു എവിടേക്കെങ്കിലും പോയാലോ. അപ്പൊ അച്ഛനോട് എവിടേക്ക് ചോദിച്ചു. എന്തായാലും രാത്രി പറഞ്ഞ അച്ഛനോട് പറഞ്ഞത്. അപ്പൊ അച്ഛനാ ഞാൻ ഫ്രണ്ട് ക്യാമറ ഞാൻ തിരിച്ചെന്നറിയാം. അപ്പം നമ്മൾ ലെമൺ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന്. അപ്പം അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞാൻ എൻ്റെ കൈ ശ്രദ്ധിച്ചത്. അതിരപ്പള്ളി പോയ സമയത്ത് എൻ്റെ ഒരു കൈ ടാൻ അടിച്ചിട്ടേ നല്ല വെയിലുകൊണ്ടുണ്ടായിരുന്നു. നല്ല കറുത്തിക്കണം. അപ്പം എൻ്റെ വെളുത്തിട്ടാ കൊറേ കുട്ടികള് കാണുന്ന വീഡിയോ ആണ്. ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയതെന്നു. അത് ഒറിജിനൽ അല്ലേ? കറുത്തതല്ലേ ഒറിജിനൽ? അത് റേസിസം പറയുന്നു. ഈ ചാനല് പൂട്ടിക്കണോ? അപ്പൊ ശരി. ഞാൻ അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കലെന്ന് ഞങ്ങൾ വേഗം ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. ബീഫൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും നല്ല അടിച്ചു മാറിയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് സുധല്യമ്മ കുറച്ച് ഫോണിൻ്റെ ഉപയോഗത്തെ പറ്റി ഇങ്ങനെ പറയുന്നത് കേട്ടോ.
അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് എല്ലാവരും കൂടി തീരുമാനിക്കുന്നത്. അതാണ് അടുത്ത സംഭവ ബഹുലം എന്ന് പറയുന്നത് കേട്ടോ. തുടക്കം തന്നെ നല്ല ഐശ്വര്യമുള്ള തുടക്കമായിരുന്നു. കാരണം കാർ സ്റ്റാർട്ടാവുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവരൊക്കെ കൂടിയിട്ട് തള്ളിയിട്ടാ അങ്ങനെ സ്റ്റാർട്ടായി ഭാഗ്യത്തിന്. അങ്ങനെ ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾ പെരുമ്പലം ബീച്ചാണ് ഉദ്ദേശിച്ചത്. പക്ഷേ റോഡ് പണിയൊക്കെ ഇപ്പം നമുക്കറിയാമല്ലോ, പാലം അതൊക്കെ വന്നതിന് ശേഷം ആദ്യത്തെ പോലെ ഒന്നുമില്ല. അപ്പോൾ ആകെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ. അപ്പോൾ അടുത്ത സംഭവ ബഹുലം ഇതാണ്. കാരണം പെരുമ്പലം ബീച്ച് ഉദ്ദേശിച്ച് പോയ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത കാറ് പിന്നെ തിരിഞ്ഞത് എടക്കിയൂർ കാജ സ്റ്റോപ്പിൽ നിന്നാണ്. കാരണം ആ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാനുള്ള വഴി ഞങ്ങൾ കണ്ടില്ല. എടക്കിയൂർ നേർച്ചയൊക്കെ ആയിരുന്നല്ലോ, അപ്പോൾ ഒരു ആന അതേനെ പോണ കണ്ടുട്ടാ. പക്ഷെ ബാക്കാണ് കിട്ടിയത്, ഫ്രണ്ട് കുറച്ച് കിട്ടിയത്. എവിടെയാണ് സ്ഥലം? അങ്ങനെ കുറച്ച് നേരത്തെ കറങ്ങിത്തിരിയലിന് ശേഷം ഞങ്ങൾ പെരുമ്പലം ബീച്ചിലെത്തി ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ അവിടെ കുട്ടികളുടെ പാർക്ക് കണ്ടിട്ട് കുറച്ച് സീനായിട്ടാണ്. കുട്ടികൾക്ക് അവിടെ കയറണം, പക്ഷെ നമുക്ക് ആദ്യം ബീച്ച് കാണണം, ഇല്ലെങ്കിൽ രാത്രിയായി ശരിക്കും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ കുറച്ച് കച്ചറ ഉണ്ടായി. എന്നാലും ഞങ്ങൾ കാര്യമാക്കിയില്ല. കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ തുടക്കം തന്നെ നമ്മൾ ഉപ്പിലിട്ടതാണ് കഴിച്ചത്. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് വിട്ടു. പിന്നെ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായെന്ന് വെച്ചാൽ അവിടെ നിന്ന് 2 സബ്സ്ക്രൈബർ നമ്മൾ മീറ്റ് ചെയ്തിട്ട് എന്നിട്ട് വന്നിട്ട് വീഡിയോസൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായിട്ടാണ്. ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ 1-2 പേരൊക്കെ നമ്മളെ വന്നിട്ട് അങ്ങനെ കാണുമ്പോൾ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ബീച്ചിൽ കളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ തന്നെ കുട്ടികൾ അവിടെ ആ ഉപ്പിലിട്ട വാങ്ങണതിൻ്റെ തൊട്ടടുത്ത് തന്നെ ടോയ്സ് ഉണ്ടായിരുന്നു മണ്ണിൽ കളിക്കാനുള്ളത്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു വാശി പിടിച്ചപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ വന്നപ്പോൾ അവരാദ്യം തന്നെ മണ്ണ് കിട്ടിയപ്പോൾ കളി സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം തിരയൊക്കെ ചവിട്ടി, നല്ല വൈബായിരുന്നു. കാരണം ഈ കുറച്ച് എപ്പോഴും നമ്മൾ കുറച്ച് നേരത്തെയാണ് എത്താറ്. അപ്പോൾ നല്ല വെയിലൊക്കെ ആയിട്ട് കുറച്ച് ഇറിറ്റേഷൻ തോന്നാറുണ്ട്. പക്ഷേ ഇത് കറക്റ്റ് സമയത്താണ് വന്നത്, നല്ല കാമായിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ച് ഒഴിഞ്ഞ ഭാഗത്ത് നിന്നിട്ട് കുറേ നേരം തിരയൊക്കെ ചവിട്ടി രാത്രി വരെ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അങ്ങനെ തിരയിലൊക്കെ കുറേ നേരം കളിച്ചതിന് ശേഷം ഞങ്ങൾ പാർക്കിലേക്ക് തന്നെ പോയി. പാർക്കിൽ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരാൾക്ക് 30 രൂപയാണ് കുട്ടികൾ 3 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ 2 പേരും ഞാനും 5 കൂടി കയറി. അവിടെയുള്ള മിക്ക സാധനങ്ങളിലും ഞങ്ങളും കയറിയിട്ടാ. സീസോലൊക്കെ കയറിയിട്ട് ഫുൾ ആട്ടായിരുന്നു. നല്ല കോമഡി ആയിരുന്നു. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ, വൈബായിരുന്നു. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ കയറിട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡൊക്കെ ആയിരുന്നു, മന്തിയൊക്കെ ആയിരുന്നു. ഞാൻ 5 കഴിച്ചിട്ടുണ്ടായിരുന്നു, അവർ ചിക്കൻ നൂഡിൽസ്. അങ്ങനെ വയറൊക്കെ ഫുള്ളായതിനു ശേഷം ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കും.